ഇന്നൊരു ചെമ്മീൻ സേമിയ പുട്ടുണ്ടാക്കിയാലോ? വാ നോക്കാം. പുട്ടുപൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും പച്ചമുളകും ഒന്ന് സോട്ടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ടായി വരുമ്പോൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് സോട്ടായി വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ടാൽ നമ്മൾ മസാല റെഡിയായി. ഇനി സേമിയം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ എടുത്തത് നൈസായ സേമിയാണ്, അതുകൊണ്ട് 1 മിനിറ്റ് മാത്രമാണ് സോക്ക് ചെയ്തത്. പച്ചവെള്ളത്തിൽ തന്നെയാണ് സോക്ക് ചെയ്തത്. കട്ടിയുള്ള സേമിയ എടുക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് സോക്ക് ചെയ്യേണ്ടി വരും. ഇനി പുട്ടും കുറ്റിയിലോ ഇഡ്ഡലി തട്ടിലോ ഗ്ലാസ്സിലോ നമുക്ക് പുട്ട് വാരിയിടാം. ആദ്യം ചിരണ്ടി തേങ്ങ ഇട്ട് അതിൻ്റെ മേലെ മസാല ഇട്ട് പിന്നെ പുട്ടും സേമിയയും കുഴച്ചതിട്ട് പിന്നെ തേങ്ങ ഇട്ട് മസാല ഇട്ട് പുട്ടുപൊടി ഇട്ട് പിന്നെയും മസാല ഇട്ട് അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് അങ്ങനെ പുട്ടും കുറ്റിയിലാണെങ്കിൽ പുട്ടും കുറ്റിയിൽ വെക്കാം, അല്ലെങ്കിൽ മൂടിച്ചെമ്പിൽ, ഗ്ലാസ്സിലാണെങ്കിൽ മൂടിച്ചെമ്പിലേക്ക് കമഴ്ത്തി വെക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് വരും. വെന്ത് വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ പുട്ട് റെഡിയായി.